ഹായ് കൂട്ടുകാരെ, ഞാൻ ലേഹ റഫീഖിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി ആയാലാ. അപ്പം നമുക്കിതേ 5 മാമ്പഴം കിട്ടിയിട്ടുണ്ട്. ഇന്നലെ കാറ്റത്ത് നമ്മുടെ മാവിൽ നിന്ന് വീണ മാമ്പഴമാണ് കേട്ടോ മക്കളെ. 5 മാമ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നാടൻ ഭക്ഷണശാലയിൽ മാമ്പഴ പുളിശ്ശേരി കൊടുക്കാം. അപ്പം നമ്മൾ അതിനായിട്ട് ഈ മാമ്പഴം ഒന്ന് പൊളിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഈ മാമ്പഴത്തിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ചെടുക്കണം. നമ്മൾ തൊലി ഇടരുത്. മാമ്പഴത്തിൻ്റെ തൊലി പൊളിച്ചിട്ട് ഈ അണ്ടിയും കഴമ്പും കൂടി വേണം നമുക്ക് ഇടാനായിട്ട്. അപ്പോൾ മാമ്പഴം പൊളിച്ച് നമ്മൾ ഒരു ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തായിട്ട് ഞാനൊരു 5 പച്ചമുളക് 2ആയിട്ട് പൊളന്ന് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്കൊരല്പം സവോളയും കൂടി ഇടാം. കൊച്ചുള്ളിയാണ് ഇടേണ്ടത്. എന്നാലും ഞാൻ ഇപ്പോൾ സവോളയാണ് ഇട്ടേക്കുന്നത്. ഒരു ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടാം. അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ 2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ മാമ്പഴം നല്ലോണം ഈ വെള്ളത്തിൽ കിടന്നൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ നമുക്കിനി ഇതിനായിട്ട് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ചേച്ചി ഇതിന് 2 ലിറ്റർ മോരാണ് മേടിച്ചേക്കണത്. ഈ 2 ലിറ്റർ മോര് കൊണ്ടാണ് നമ്മൾ നാടൻ ഭക്ഷണശാലയിൽ പുളിശ്ശേരി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ നാളികേരം എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരു മുറി എടുത്തിട്ടുണ്ട്. നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്ത് നമുക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് ഈ മോരും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ പുളിശ്ശേരിക്ക് അരക്കാൻ. നമുക്ക് കുറച്ച് മോര് ഇതിനകത്തായിട്ട് പൊട്ടിച്ചൊഴിക്കാം. ചേച്ചി ഇത് വെന്ത് കിട്ടുമ്പോൾ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ കേട്ടോ മക്കളെ. അപ്പോൾ നമ്മുടെ മാമ്പഴമൊക്കെ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട്. നല്ല തിക്കോട് കൂടിയുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മോര് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി മൂടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മോര് ഒഴിച്ചു കൊടുക്കാം. അടിച്ചു വെച്ചേക്കണം മോര് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാത്ത മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഒട്ടും നമ്മൾ വെള്ളം ചേർക്കരുത്. അപ്പോൾ ഞാൻ ഈ പാത്രം ഒന്ന് കഴുകി ഒരു 1/4 കപ്പ് വെള്ളമോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കോട് കൂടിയുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ അധികം സാധനങ്ങളില്ലാത്തൊരു പുളിശ്ശേരിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ മാങ്ങയുടെ സീസണാണ്. മാങ്ങയുടെ സീസണാകുമ്പോൾ എവിടെ നോക്കിയാലും മാമ്പഴം, പച്ചമാങ്ങ. അപ്പോൾ നമ്മൾക്ക് എവിടെ നോക്കിയാലും ഇന്നലെ കാറ്റത്ത് നല്ല കുറേ മാമ്പഴം വീണതിന് കൂടെ ചേച്ചി ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. വളരെ രുചികരമായിട്ടുള്ള ഒരാഴ്ചയോളം വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ ഈ മാമ്പഴം പുളിശ്ശേരി മെച്ചമുണ്ടെങ്കിൽ നമ്മളത് ചട്ടിയിൽ തന്നെ വെച്ച് നമുക്ക് ചൂടാക്കും തോറും നമുക്ക് ടേസ്റ്റ് കൂടും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നമുക്കിത് തിളക്കാൻ പാടില്ല. ഇതൊന്ന് ചൂടായതിന് ശേഷം നമ്മളിത് ഓഫാക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിൽ നമുക്ക് വറ തളിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് പതഞ്ഞു പോകരുത്. പതഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോര് പിരിഞ്ഞു പോകും. അതിനാണ് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ മോര് ഒഴിച്ചിട്ട് നമ്മൾ തിളക്കാൻ പാടില്ല. ചെറിയ വീഡിയോകളുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ആ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ മക്കളെ. എപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾ കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചേച്ചിക്കിനി മുന്നോട്ട് പോകാനൊക്കെയുള്ളൂ. അപ്പോൾ നമ്മുടെ ചട്ടി ഇതൊക്കെ ചൂടായിട്ടുണ്ട്. ചേച്ചി ഇതിനകത്തായിട്ട് 2 തവി എണ്ണ ഒഴിച്ചിട്ടുണ്ട്.
നമ്മുടെ പുളിശ്ശേരി ഏകദേശം പതഞ്ഞ് വഞ്ഞുകൊണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫാക്കാനായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ല തിക്കോട് കൂടിയുള്ള ഗ്രേവിയാണ്. ഇത് കണ്ട മാമ്പഴം കണ്ട. നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്ത് നമ്മുടെ മാമ്പഴത്തിന് മധുരം ഉണ്ടെങ്കിൽ നമ്മൾ അല്പം പഞ്ചസാര ഇട്ട് കൊടുത്താൽ പുളിശ്ശേരി എപ്പോഴും മാമ്പഴ പുളിശ്ശേരി എപ്പോഴും മധുരവും പുളിയും ഉപ്പും ഒരേപോലെ നിൽക്കണം. എന്നാലേ അതെല്ലാം കൂടി ആ ഒരു ഇതായി വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കുറേ ദിവസങ്ങളായി നാടൻ ഭക്ഷണശാലയിൽ നമ്മുടെ കസ്റ്റമറൊക്കെ ചോദിക്കണം, ചേച്ചി ഈ വർഷം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയില്ല. നമ്മൾ എല്ലാ വർഷവും സീസണിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഇപ്പുറത്തൊരു മാവുണ്ട്, ആ മാവേന്ന് നമുക്ക് വീണ് കിട്ടും. പക്ഷെ ആ മാവ് വെട്ടിയത് കാരണം നമുക്ക് ഇപ്പോഴേ മാമ്പഴ പുളിശ്ശേരി ആദ്യമായിട്ടാണ് ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ചേച്ചി ഇന്നലെ ജോലിയും കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നല്ലൊരു കാറ്റും മഴയും വന്നു. അവിടെ നിന്ന് കിട്ടിയ മാമ്പഴം ചേച്ചി പെറുക്കിക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഇതുങ്ങൾക്ക് നമ്മൾ അതുങ്ങളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ട കടമ ഷെഫായ എൻ്റെ കടമയല്ലേ മക്കളെ. അപ്പോൾ നമുക്കതേ നമ്മുടെ കടുക് ഉലുവായിട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു സ്പൂണോളം ഉലുവയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്കിനി കടുകിട്ട് കൊടുക്കാം. ഒരു സ്പൂണോളം കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വറ്റൽമുളക് ഞാൻ തന്നിട്ട് കൊടുക്കാം. ഈ നമ്മൾ പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി എന്ത് പുളിശ്ശേരി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ കൊണ്ടോട്ടം മുളക് ഉണ്ടല്ലോ, കൊണ്ടോട്ടം മുളക് മേടിച്ച് കടുക് വറുക്കുമ്പോൾ അത് ഇട്ട് കൊടുക്കണം. വളരെ ടേസ്റ്റിയാണ്. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിന് എപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കിയാലും ഇപ്പം മാമ്പഴം കൊണ്ടല്ല നമ്മൾ പഴം ഇട്ട് കാളം കാച്ചും, അന്നേരം ഈ കൊണ്ടോട്ടം ഇട്ട് കാച്ചി കൊടുത്തങ്ങനെ ഇഷ്ടമുള്ളൂ. അപ്പോൾ നമ്മൾ കൊച്ചുള്ളിക്ക് പകരം ഞാനൊരു പകുതിയോളം സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് എടുക്കാം. നമ്മുടെ തൊടിയിൽ കറിവേപ്പില ഉണ്ട്, ആവശ്യത്തിനുള്ള കറിവേപ്പില എടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന്. അപ്പം ഇന്ന് നാടൻ ഭക്ഷണശാലയിൽ ഉച്ചയ്ക്ക് എല്ലാവർക്കും നല്ലൊരു സദ്യ കുശാലായിട്ട് ഊണ് കഴിക്കാം. ചേച്ചിയുടെ മാമ്പഴ പുളിശ്ശേരി ഉള്ളവർ നല്ല സന്തോഷമായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വറയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തായിട്ട് ഒരു 1/2 സ്പൂണോളം മുളക് പൊടി. ആ മുളക് പൊടി ഇട്ടത് താളിച്ചെങ്കിൽ ആ നല്ലൊരു എണ്ണ ഒക്കെ നല്ലോണം തെളിഞ്ഞ് നല്ല കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മുടെ പുളിശ്ശേരി. അപ്പോൾ ഞാനിത് ഓഫാക്കുകയാണ്. നമ്മുടെ വറ നമുക്കിതിനകത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ട നല്ല അടിപൊളി നല്ല തിക്കോട് കൂടിയുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് മാമ്പഴ പുളിശ്ശേരികൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ചേച്ചിക്കറിയാം. എന്നാലും ചേച്ചിയുടെ ഈ പുളിശ്ശേരി ഒരു നല്ലൊരു രീതിയിലാണ് ചേച്ചി വെച്ചേക്കണത്. എല്ലാവരും കാണണം. ഇതേ രീതിയിൽ നിങ്ങൾ എല്ലാവരും വെക്കണം. അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു ഉഷാർ വീഡിയോയുമായി കാണാം മക്കളെ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ.